ചിത്രനക്ഷത്രം ശിശുശങ്കരമാണ്. ഇവിടെ എന്നെ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. കൊല്ലം കുറേ ആയി. ഇന്ന് കൊല്ലെങ്കിലും മക്കളെ കാണാനുള്ള യോഗം തരുമോ ഭഗവാനെ? എന്നിട്ട് ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മാധവട്ടൻ എന്നാ ആലോചിക്കുന്നത്? എന്താ ചെയ്യണോ, ഇങ്ങനെ ജീവിക്കുന്നു, പോന്ന് വരുന്ന്, കഷ്ടം തന്നെ കാര്യം. എന്താ ചെയ്യുക, നമ്മളെ ജന്മാന്തരം ഇങ്ങനെ ആയിപ്പോയി. ഇന്നേക്ക് 6-7 കൊല്ലമായി വിഷുവിന് പോയിട്ടു വന്നിട്ട് ഇതുവരെ കാണില്ല. ഇക്കൊല്ലമെങ്കിലും വരാൻ പറ്റുമോ അമ്മപ്പ? എനിക്കറിയില്ല ഓൻ്റെ എല്ലാ അവസ്ഥ എന്തെന്നാണെന്നുള്ളത്. മാധവട്ടൻ വിഷമിക്കണ്ട, ഉണ്ണി വരും. ആ എന്നാ ഒന്ന് കാണാം, അത്ര തന്നെ. പിന്നെ എന്താ ചെയ്യുക? എന്താണോ നിൻ്റെ എല്ലാം നാട്ടിലത്തെ വിശേഷങ്ങൾ? എൻ്റെ മോനിവിടെ ഈ വൃദ്ധസ്ഥാനത്ത് കൊണ്ടുവിട്ടിട്ട് പോയിട്ട് 5-8 കൊല്ലമായി. ഓൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നതല്ലാതെ ഒരിക്കൽ അച്ഛനെ കാണാൻ വരുമോ പോവുമോ, ഒരിക്കൽ നോക്കി അച്ഛൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സങ്കടം മാറുമായിരുന്നു. ഇതുവരെ സങ്കടം തീർന്നിട്ടില്ല. ഉണ്ണിക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കൂലേ വരാൻ. സാഹചര്യമോടോ, കാരണം അച്ഛനെ ഈ വൃദ്ധസനത്തിൽ കൊണ്ടാക്കിയിട്ട് പോയിട്ട് അവർക്കെന്ത് നേടാനാന്നോ? എന്ത് ചെയ്യാൻ? എനിക്ക് എല്ലാ കഥയും അറിയില്ലേ കൃഷ്ണ? ഈ നാട്ടത്ത് നടക്കുന്നല്ല അറിയില്ലേ? എന്നാലും ഇതിൻ്റെയൊക്കെ പാവങ്ങൾ എപ്പാ തീർക്കുക? ഓനെല്ലാം സങ്കടമുണ്ട് കൃഷ്ണ. ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു ചേലാ ചെയ്തത് കൃഷ്ണ. നീ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയത് നല്ലതായി. എന്താ ചെയ്യുക, നിനക്കെങ്കിലും തോന്നിയല്ലോ. നീ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കാം. നിനക്ക് കാലാകാലത്ത് തരുന്ന ഒരു കൈനീട്ടം ഉണ്ടല്ലോ കൃഷ്ണ, അത് നീ പിടിക്ക്, സന്തോഷിക്കണം. കയ്യിലൊന്നുമില്ല, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മാധവട്ടൻ തന്ന ഇത് എനിക്ക് 10,000-ൻ്റെ മൂല്യമാണ്. കാരണം മാധവട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ഞാൻ ചോറും കറിയും ഉണ്ടതല്ലേ. നന്ദിയെങ്കിലും എൻ്റെ മക്കൾക്ക് ഉണ്ടായില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മാധവട്ടാ, ഉണ്ണി വന്നു. ഉണ്ണിയോ? ആ ഓ, അച്ചച്ചാ, മക്കൾ വന്നോ? എന്തുണ്ട് മോനെ വിശേഷങ്ങള്? എന്തുണ്ട്? മോൻ വന്നോ? മോൻ എത്ര നാളായി? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല മക്കളെ. ദോഷായി. ഓട്ടെ, അച്ഛനല്ലാണ്ട് വേറെ ആരും ക്ഷമിക്കില്ലേ മക്കളെ? അച്ഛാ, കുറെ കാലമായി ഇവിടെ നിൽക്കുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. മതി ഇവിടെ നിന്നത്. ഞാൻ അച്ഛനെ കൂട്ടാൻ വന്നു. എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്. നമ്മുടെ വീടും പറമ്പെല്ലാം വിട്ടിട്ട് പോയതല്ലേ മോനെ? സാരമില്ല അച്ഛാ, ഇതിനൊക്കെ പരിഹാരം ഉണ്ട്. നമുക്ക് പോവാം. എങ്കിലും മോൻ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റൂലല്ലോ. വാ, നമുക്ക് പോവാ അച്ഛാ. ശരി. ഇത് ഞാൻ പണ്ടിരുന്ന കസേരയല്ലേ? അതെ അച്ഛാ. എന്നാ ഇത് ഇങ്ങനെ ഉണ്ടത്രയാ? ഒന്നും നശിപ്പിച്ചിട്ടില്ല. അച്ഛൻ വാ. ശരി. സന്തോഷായില്ലേ? ഇതാണ് മക്കളെ മുത്തച്ഛി. ഒന്ന് പ്രാർത്ഥിക്കാൻ, എനിക്കൊന്ന് കാണാനല്ലേ യോഗം ഉണ്ടായില്ലല്ലോ. ഇപ്രാവശ്യത്തെ വിഷു ഉണ്ടല്ലോ, നമുക്ക് അടിച്ച് പൊളിക്കണം. അച്ഛൻ വന്നതല്ലേ? അതെ,
അച്ഛന്റെ ഒരുപാട് നാളത്തേലുള്ള വിഷുവല്ലേ അല്ലേ? അച്ഛാ, ആ, അച്ഛൻ എന്നാ ഇഷ്ടം? നിങ്ങൾ എന്താ ചെയ്യുന്ന ചേച്ചാ ചെയ്തോ മക്കളെ. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് അത് നടന്നോട്ടെ. മോനോ പടക്ക? ആ പൊട്ടിക്ക, എന്ത് വേണമെങ്കിലും ചെയ്യാം. മോനെന്താ വേണ്ടത്? പായസ? ഏത് പായസ വേണ്ടത്? പായസം ആയിക്കോട്ടെ. ആ പായസം വേണം എന്തായാലും. പായസമാക്കാം. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? അടിച്ചു പൊളി. ആ അത് തന്നെ. അച്ഛൻ എന്നാലേ സന്തോഷമാണ്. അച്ഛന്റെ സന്തോഷമാണ് നമുക്ക് വരും. അച്ഛന്റെ സന്തോഷം നിങ്ങളെ കണ്ടത് കൊണ്ട് തന്നെയാണ്. അതൊന്നും ഓർമ്മിക്കണ്ട അച്ഛാ. എന്തായാലും നാളെ വിഷു അല്ലേ, നമുക്ക് തകർക്കാം. അതെ, ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കെ. കൃഷ്ണൻ വന്നു. സന്തോഷായിടോ. ഇരിക്കടോ. കൃഷ്ണേട്ടാ സന്തോഷായി. മാധവട്ടന് സന്തോഷമായില്ലേ? സന്തോഷായി. ഇതിലപ്പുറം എന്ത് സന്തോഷാ വരാനില്ല കൃഷ്ണ. കൃഷ്ണേട്ടാ എന്തെല്ലോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒക്കെ ഇപ്പാന്ന് റെഡി ആയത്. സാരില്ല മോനെ, നാളെ വിഷു അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. ആയിക്കോട്ടെ. കൃഷ്ണേട്ട നേരത്തെ ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. ഞാൻ ഉണ്ടാവും. നമ്മളെല്ലാ കാര്യത്തിലും ഉണ്ടാവില്ല. അല്ലേ കൃഷ്ണ? മാധവട്ടനെ വിട്ടിട്ട് ഞാൻ പോവുക. അല്ല അതറിയാം, അറിയാച്ചല്ല. അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഉണ്ണിയോട് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്നിപ്പാ നമ്മളെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലമുണ്ടല്ലോ, സ്നേഹക്കൂട്. ആ സ്നേഹക്കൂട് ജാക്സൺ നടത്തുന്ന സ്നേഹക്കൂട്. അപ്പോൾ ആടെ ഉണ്ണി എന്തെങ്കിലും കൊടുക്കണം. അവർക്ക് വിഷ്വലല്ലേ, അപ്പോൾ അവർക്കൊരു സന്തോഷമാവും. കൃഷ്ണേട്ടാ അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. നേരത്തെ അത് ചെയ്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തിട്ട് അച്ഛനെയും കൂട്ടിട്ട് വന്നത്. മതി മോനെ, മതി. സന്തോഷമായി. അല്ല അച്ഛനെ ഇത്രയും കാലം നോക്കിയതല്ലേ, അതെ, അതായത് നമ്മ ചെയ്യണ്ടേ. ചെയ്യണം. കൃഷ്ണേട്ട ഒരു ചായ എടുക്കട്ടെ? വേണ്ട, അല്ല വേണ്ട, വേണ്ട. എന്തായാലും സുമതി, സുമേ, ഇതാ കൃഷ്ണേട്ടൻ വന്നിട്ടാ, ഒരു ചായ കിടക്കും. ആ ഇതൊന്നും കാണാൻ എൻ്റെ ഭാര്യ ഇല്ലാതായി പോയില്ലേ കൃഷ്ണ. ആ വിഷു ഒക്കെ ഗംഭീരായില്ലേ മക്കളെ? സന്തോഷായില്ലേ? അച്ഛന് സന്തോഷായില്ലേ? സന്തോഷായി. അച്ഛാ വിളമ്പട്ടെ? ആയിക്കോട്ടെ. എല്ലാവരും നല്ലോണം തിന്നണേ. ആ ഗംഭീരായി. അങ്ങോട്ട് പോ അച്ഛാ, കൈ കഴുകാൻ. സുമതി ഇടോ, അച്ഛന് ചായ കൊടുക്കേണ്ട സമയമായി. നീ ചായ ഉണ്ടാക്കിയ വേഗം. ഇതാ എടുക്കുന്നു. ആ അച്ഛാ, അച്ഛാ ഇതാ ചായ കുടിക്കൂ. അച്ഛാ, അച്ഛാ, അച്ഛാ.